സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധയെ തുടർന്ന് മരണങ്ങൾ സംഭവിച്ചത് 3 എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ 3 മരണങ്ങളിൽ 2 മരണങ്ങളും കോഴിക്കോട് ജില്ലയിലാണ്. മൂന്നാമത്തെ മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 54 വയസ്സുള്ള സ്ത്രീയാണ്. മരണശേഷമാണ് ഇവരുടെ പരിശോധനാ ഫലം പോസിറ്റീവായതെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ കേരളത്തിൽ 135 ഷിഗല്ല കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഷിഗല്ല ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 68 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് ജില്ലയിൽ 16 കേസുകളുണ്ട്. രോഗബാധയെ തുടർന്ന് 4 കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. ഇവരിൽ 2 കുട്ടികളുടെ നില ഗുരുതരമാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ 135 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ജനുവരി 1 തൊട്ടുള്ള കണക്കാ പറയും. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ചിലാണ് ആദ്യത്തെ, അത് കോഴിക്കോട് ജില്ല. രണ്ടാമത്തതും കോഴിക്കോട് തന്നെ. ആദ്യം മരിച്ചത് 3 വയസ്സുള്ള കുട്ടിയാണ്. രണ്ടാമത് മരിച്ചത് 4 വയസ്സുള്ള കുട്ടിയാണ്. മൂന്നാമത് 59 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്. കോഴിക്കോട് കൊണ്ടുവന്നതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. അപ്പോൾ 3 മരണങ്ങളാണ് ഇതുവരെ കഴിഞ്ഞ അതായത് ജനുവരി മുതൽ ജൂൺ വരെ.